നമസ്കാരം. അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലുള്ളൊരു വീടാണ്. കുറുപ്പന്തറ ടൗണിൽ നിന്നും ഏകദേശം 700 മീറ്റർ മാത്രം മാറി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു വീടാണ്. ചുറ്റുമതിലും കിണർ വെള്ളം, മതിൽ, ഗേറ്റ് എല്ലാം ഉള്ള സൗകര്യങ്ങളുള്ള, യാത്രാ സൗകര്യമുള്ള നല്ലൊരു യൂസ്ഡ് വീടാണ്. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 13 വർഷത്തെ പഴക്കം മാത്രമാണ് വീടിനുള്ളതെന്നാണ്. 12 സെൻറ്റ് സ്ഥലമുണ്ട്. അത്യാവശ്യം കൃഷിയെല്ലാം ചെയ്യാവുന്ന നല്ലൊരു ഭൂമിയാണ്. പലരും നമ്മളോട് ചോദിക്കാറുള്ളത് ലോ ബഡ്ജറ്റ് വീട് പോസ്റ്റ് ചെയ്യുക, കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്യും, നിങ്ങൾ ഹൈ ലെവലുള്ള വീഡിയോ മാത്രമാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു വീടാണ് കേട്ടോ. നല്ല യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ യാത്രയ്ക്ക് പോകുന്നതിന് നല്ല സൗകര്യമാണ്. കുറുപ്പന്തറ എന്ന സ്ഥലത്ത് 24 മണിക്കൂറും ബസ് റൂട്ടുള്ള ഒരു ഏരിയയാണിത്. ട്രെയിൻ സൗകര്യമുണ്ട്. 1 കിലോമീറ്റർ മാറിയാൽ റെയിൽവേ സ്റ്റേഷനായി. പള്ളി, അമ്പലം എല്ലാം 1 കിലോമീറ്റർ ഉള്ളിൽ. ക്നാനായ പള്ളിയുണ്ട്, മറ്റേ റോമൻ കാത്തലിക്കിൻ്റെ പള്ളിയുണ്ട്, മള്ളിയൂർ ക്ഷേത്രം, ഇതെല്ലാം നമ്മുടെ ഈ കുറുപ്പന്തറയിൽ ഉള്ള ഫേമസ് ആയിട്ടുള്ള മള്ളിയൂർ ക്ഷേത്രമൊക്കെ വളരെ ഫേമസ് ആണ്. ആ ഒരു സ്ഥലമാണ് കുറുപ്പന്തറ എന്ന് പറയുന്ന ഏരിയ. ഇവിടെ നല്ല ഇഷ്ടംപോലെ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഒരു ഗ്രാമീണ ഭംഗിയിലുള്ള നല്ല അന്തരീക്ഷമുള്ളൊരു വീടാണ്. 13 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും നമുക്ക് വീട് കണ്ട് അതങ്ങനെ തോന്നത്തില്ല. നല്ല ഇപ്പോഴും നല്ലൊരു പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കിനി വേണമെങ്കിൽ ബാക്കിയുടെയൊക്കെ നമുക്ക് ചെയ്യാം. കണ്ട വീഡിയോ കാണുന്നത് പോലെ തന്നെ ചുറ്റിനും നല്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളും നല്ല ഏരിയ, നല്ല തെങ്ങൊക്കെ കായ്ക്കുന്ന 3-4 തെങ്ങുകളുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. കൃഷി ചെയ്യുന്നവർക്ക് താല്പര്യമുള്ള അച്ചായിമാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൃഷി ചെയ്യാനായിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലം, 12 സെൻറ്റ് ഉള്ളെങ്കിലും ചുറ്റുവട്ടത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവർക്ക് എന്ത് കൃഷി വേണേലും എന്നൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ഭൂമിയാണ് ചിലർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ച് വയ്ക്കാനുള്ള ഭൂമിയുള്ള വീടുകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് പലരും നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. തേക്ക്, മാവ്, പ്ലാവ് എല്ലാം ഈ ഭൂമിയിലുണ്ട്. 3 ബെഡ്റൂമിൻ്റെ ഒരു വാർക്ക വീടാണിത്. നല്ല ചുറ്റുവട്ടമെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഒരു ഏരിയ. നമുക്ക് പഞ്ചായത്തിൻ്റെ വഴിയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ടാർ റോഡ് വന്ന് നിൽക്കുന്ന, ഒരു 50 മീറ്റർ പോലും ഇല്ല ഈ വീട്ടിലേക്കുള്ള ഈ മൺവഴി. അതും വീണ്ടും ടാറിങ് ആണെന്നൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നമ്മളോട് പറയുകയുണ്ടായത്. വസ്തുവിൻ്റെ ഓണർ ഈ വീടിന് ചോദിക്കുന്നത് 38 ലക്ഷം രൂപയാണ്. നമുക്ക് നെഗോഷ്യബിളാണ്. എന്തെങ്കിലുമൊക്കെ അവർ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വില നമുക്ക് നേരിട്ട് ഓണറോട് സംസാരിച്ച് നമുക്ക് ധാരണയിലെത്താവുന്നതാണ്. നല്ലൊരു പോർച്ചുണ്ട്, അതായത് വണ്ടിയും കയറ്റിയിടാൻ പറ്റുന്നൊരു പോർച്ച്. വീടിൻ്റെ മുറ്റത്ത് തന്നെ നല്ല ജലം ലഭിക്കുന്ന കിണറുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ഉൾവശത്തേക്കൊക്കെ ഒന്ന് പോകാം. നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണിത്. നീളത്തിലുള്ള നല്ല ലെങ്തിലുള്ളൊരു ഹാള്. നമുക്ക് എല്ലാവിധ സൗകര്യവും നമുക്കൊരു 10 പേര് വന്നാൽ ഈ കയറി നിൽക്കാൻ പറ്റുന്നൊരു ഹാള് ഇതിനകത്തുണ്ട്. ഈ ഹാളിൻ്റെ 2 വശങ്ങളായിട്ടാണ് കേട്ടോ ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സാധാ ഫാമിലിക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. മൊത്തം ടൈലെല്ലായിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോന്നിരിക്കുന്നൊരു വീടാണ്. 3 ബെഡ്റൂമാണെങ്കിലും വലുപ്പമുള്ള നല്ല ബെഡ്റൂമാണ്. കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും വീണ്ടും അലമാരിയൊക്കെ വയ്ക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നമുക്കിതിൻ്റെ ഒന്നാമത്തെ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഒന്നാമത്തെ ഒരു ബെഡ്റൂം. ഇത്
വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. പെയിൻ്റൊക്കെ ചെയ്ത് മൊത്തം ടൈലിലൊക്കെ വിരിച്ചുള്ള ഒരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമാണ് കാണുന്നത്. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ്. മൊത്തം ടൈലൊക്കെ ഒട്ടിച്ച് നല്ല നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ആയാലും നല്ല വളരെ സൗകര്യപ്രദമായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നാൽ ഹാളിൻ്റെ 2 സൈഡിലും ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. പഴയ വാസ്തു നോക്കി ചെയ്തിരിക്കുന്നൊരു വീടാണിത്. ഇത് നല്ല ഇച്ചിരി വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ജനാലകളൊക്കെ നല്ല 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊന്നും ഇല്ലെങ്കിലും നല്ല ഇഷ്ടംപോലെ സൂര്യപ്രകാശം അകത്ത് കയറുന്ന രീതിയിലുള്ള നല്ല ശുദ്ധമായ വായു ലഭിക്കത്തക്ക രീതിയിൽ എയർ സർക്കുലേഷൻ നന്നായിട്ടുള്ള രീതിയിലാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 3 ബെഡ്റൂമുണ്ട്. 3 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്ക് ഈ വീട് കണ്ടിഷ്ടപ്പെട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അലൻ ഹോംസിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളെ കൊണ്ടുപോയി കാണിക്കാം. വസ്തുവിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി തരുന്നതാണ്. നല്ലൊരു ലോ ബഡ്ജറ്റ് വീടാണിത്. ഓണറുമായിട്ട് സംസാരിച്ച് നമുക്കിതിൻ്റെ വിലയിലൊരു ധാരണയിലെത്താൻ സാധിക്കും. നമുക്ക് നല്ല സൗകര്യമുണ്ട്. നമ്മൾ യാത്രാ സൗകര്യം ഇഷ്ടംപോലെ, സ്കൂളായാലും ഹോസ്പിറ്റലായാലും എല്ലാം നമുക്ക് ഇതിന്നൊരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇതെല്ലാം നമുക്ക് ഈ വീടിൻ്റെ പരിസരത്തായിട്ട് തന്നെയുണ്ട്. നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്ക് ഒന്ന് പോകാം. ഇവർ നേരത്തെ യൂസ് ചെയ്ത കിച്ചണാണ്. പഴയ ആ ഒരു മോഡലിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ വളരെ ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈപ്പിലുള്ളൊരു കിച്ചണിലേക്ക് അത്യാവശ്യം ഒന്ന് ചെയ്ത് കുറച്ച് കബോർഡുകളൊക്കെ കൊടുക്കാം. അത്യാവശ്യം കബോർഡിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല. ആ പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് കുറച്ചൊരു മെയിൻറ്റെയിനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കിച്ചണാക്കി നമുക്കത് മാറ്റിയെടുക്കുന്നത്. സ്റ്റോർ സ്പേസാണിത്. അവിടെ കുറച്ച് ഷെൽഫൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഒരു സൗകര്യമുള്ളൊരു കിച്ചണാക്കി നമുക്ക് മാറ്റാം. കിച്ചൻ്റെ വെളിയിലേക്കുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ ഇനി എടുക്കണമെങ്കിൽ അവിടെ എടുക്കാനുള്ള ഒരു സ്പേസൊക്കെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു വീടാണ്. നമുക്കൊരു സാധാ ഫാമിലിക്ക് പറ്റുന്ന ഒരു വീട്. ഒത്തിരി ആൾക്കാർ വീട് വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട്, അവർ കൊടുക്കുന്നില്ല. ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറിൽ വിളിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.